പാഠം 481 ഒരു തിരിച്ചറിവിന്റെ കഥ. റെഡിയായോ? ഇന്നത്തെ അത്ര നേരത്തെ പോകണ്ട, ചില ആവശ്യങ്ങളുണ്ട്. അതെ, ഞാനേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ മറന്നുപോയി. ടൗണിലെ ഗായത്രി ടെക്സ്റ്റൈൽസില് പുതിയ മോഡൽ കുറെ സാരി വന്നിട്ടുണ്ട്. വിദ്യലക്ഷ്മി ഇന്നലെ ഒരെണ്ണം വാങ്ങി. എന്തൊരു ഭംഗിയാന്നറിയാമോ? നിനക്കും അതുപോലൊരു സാരി വേണമായിരിക്കും. എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്ന കരുതണ്ട. മോണ്ടം പൈസ തരണ്ട. യോഹനാൻ കോൺട്രാക്ടറുടെ കേസിന്റെ ഫീസ് ഇന്ന് കിട്ടും. 10,000 രൂപയുണ്ട്. അതിന്ന് ഞാനൊരു സാരി വാങ്ങിക്കോളാം. അത് വേണ്ട. ഇപ്പൊ സാരി വാങ്ങേണ്ട കാര്യം എന്താണ്? മോഹനാണോ തീരുമാനിക്കുന്നത്? എനിക്ക് സാരി വേണം. ഭാമേ, ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നതാണ് നമ്മുടെ നാട്ടു നടപ്പ്. ഈശ്വര, ഞാനൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്, നിങ്ങൾക്കറിയാലോ. എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാ. ക്ഷമിക്കണേ. ഞാൻ കാരണം നിരപരാധിയായ കുട്ടി കരയുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കട. പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, ഒരു ചെറിയ മറവി പറ്റിപ്പോയി. എന്തോ കടുത്ത പ്രാർത്ഥനയിലാണല്ലോ. സ്വന്തം ഭാര്യ ഒരു സാരി വാങ്ങാൻ സമ്മതിക്കാത്തവര് എന്ത് പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം? ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാ. അമ്പലത്തില് നേർച്ചയിടാൻ ഞാൻ ഒരു 100 രൂപ ഭാമയുടെ കൈ കൊടുക്കുന്നുണ്ട്. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റാണെന്ന് കരുതി ക്ഷമിക്കണേ. മേലിൽ ഇങ്ങനെ ഉണ്ടാവും, ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ പ്രാർത്ഥന ഇന്ന് കുറച്ച് കടുത്ത പ്രാർത്ഥനയായിരുന്നല്ലോ. എന്താ സംഭവം? ആഫീസ് പ്രശ്നമല്ലോ ഉണ്ടോ? ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അത് ശരിയാ, പക്ഷേ എല്ലാ ദിവസവും ഇത്ര കടുത്ത പ്രാർത്ഥന കാണാറില്ല. എന്തോ കാര്യമുണ്ടല്ലോ മോഹനേട്ടാ. എന്താ സംഭവം? അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ പൈസ അമ്പലത്തിൽ നേർച്ചിട്ടേക്കണം. അപ്പൊ സംഗതി സീരിയസ് ആണെന്ന് ഉറപ്പായി. പറ, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ മാസത്തിൽ ഒരിക്കൽ അമ്പലത്തിൽ നേർച്ചയിടാറുണ്ട്. ഈ മാസം പോകാൻ പറ്റിയില്ല. നീ കോടതി പോകുന്നത് അമ്പലത്തിന്റെ മുന്നിലൂടെ അല്ലേ? അപ്പോ അവിടെ ഒരു നേർച്ചയിടാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാനിത് വിശ്വസിക്കില്ല. മോഹനേട്ടൻ എന്തോ ഒളിക്കുന്നുണ്ടെന്നുള്ളത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്നോട് പറയാതിരുന്നിട്ട് എന്താ കാര്യം? പറ, എന്താ പ്രശ്നം? ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. പ്രഭേ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണമായിരുന്നു. മോഹനേഷ് സാറിനോട് ചോദിച്ചാലോ? എന്താ കാര്യം സാറേ പ്രശ്നം? പ്രഹ്ലാദൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് എല്ലാരും നാളെ വരുന്നുണ്ട്. ഒരുക്കങ്ങളൊന്നും ആയില്ല. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ഉണ്ട്. അമ്മായിയമ്മയും സംഘവും വരുമ്പോ എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ പഴിയേക്കേണ്ടി വരും. മോഹനേഷ് സാറിന്റെ സ്വഭാവം വെച്ച് സമ്മതിക്കാൻ ഒരു വഴിയുമില്ല. എന്റെ ബുദ്ധിക്ക് ഞാനൊരു കാര്യം പറയാം. സാറിന് പോയേ പറ്റുള്ളൂ നിർബന്ധം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയുന്നതാണ് നല്ലത്. വേറെ എന്ത് കാരണം പറയാനാ ശിശുപാലൻ ചേട്ടാ? കാഞ്ചനെ, പുറംപോക്കിന്റെ പട്ടിക നാളെ താലൂക്ക് ഓഫീസിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ. ആ ഫയലിംഗ് എടുക്ക. എടുക്കാം സാർ. സാർ, എനിക്കിന്ന് കുറച്ച് നേരത്തെ പോയാൽ കൊള്ളാമായിരുന്നു. അല്ല, അത് പിന്നെ കാഞ്ചന സാറിന്റെ കൊച്ചിന് ചെറിയൊരു പനി, ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. കാഞ്ചനയോട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോ ശിശുപാലനാണോ എന്നോട് മറുപടി പറയേണ്ടത്? അല്ല സാർ, ഞാൻ വെറുതെ
ശിശുപാലൻ പറഞ്ഞാണോ കാഞ്ചന കാര്യം? അല്ല അത് പിന്നെ അമ്മായിയമ്മ വീട്ടിൽ വരുന്നതുകൊണ്ട് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതുകൊണ്ട് നേരത്തെ പോണം. അതെ സർ. ഇപ്പൊ എന്ത് പറയുന്നു? അല്ല സാർ, അമ്മായിയമ്മ വരുന്ന കാര്യം പറഞ്ഞാൽ സാറ് സമ്മതിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. ശിശുപാല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാണ്. ശിശുപാലൻ സത്യം പറയില്ല എന്ന് മാത്രമല്ല, കാഞ്ചനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയും ചെയ്യുന്നു. കാഞ്ചന ആ ഫയലിംഗ് എടുത്തോളൂ. എന്നിട്ട് ഒരു 3 മണിയാകുമ്പോ ജോലിയൊക്കെ തീർത്തിട്ട് പൊയ്ക്കോളൂ. ഈശ്വരാ, ഞാൻ രക്ഷപ്പെട്ടു. മോഹനേഷ് സാർ ഇത്ര പാവാണെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും കാഞ്ചന സാർ എന്നെ ഒറ്റിക്കൊടുത്തത് ശരിയായില്ല. സാറിന് വേണ്ടിയില്ലേ ഞാൻ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലല്ലോ കള്ളം പറയാൻ. ഇവിടെ വെച്ചിരുന്ന ഫയൽ എന്തേ? ഈശ്വര, ഇവിടെ വെച്ചിരുന്ന ഫയൽ കാണാനില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും കാണും. ഓ ഇല്ല പ്രഭേ, അത് ഇവിടെ കാണുന്നില്ല. നിങ്ങളൊക്കെ കൂടെ ഒന്ന് നോക്കിക്കേ. ദൈവമേ, എവിടെ പോയി? ശിശുപാലൻ ചേട്ടാ, മോഹനേഷ് സാറിന്റെ മുറി കാണുന്നു, ഒന്നും പോയി നോക്ക് പ്ലീസ്. എന്നാലത് എവിടെ പോയി? ഇത് എവിടെ പോയോ എന്തോ? സാർ, സാറ് പറഞ്ഞ ഫയല് ഇവിടെ ഉണ്ടോ? ഇവിടെയോ? ആ ഫയൽ എങ്ങനെ ഇവിടെ വരും? അത് കാഞ്ചനയുടെ മേശപ്പുറത്തല്ലേ ഉള്ളത്? അവിടെ കണ്ടില്ലെന്ന് കാഞ്ചന സാർ പറഞ്ഞു. ഞാന് ഇവിടേക്ക് ഒന്ന് നോക്കട്ടെ സാർ. നോക്ക്. കരമടയ്ക്കാൻ വന്നോ സാറേ? കുറച്ചേരം നിൽക്ക്, ഞങ്ങൾ അല്പം തിരക്കില്ല. ഓ അത് ഇവിടെ കാണാനില്ല പ്രഭേ. ഈശ്വര, മോഹനേഷ് സാറിനോട് ഞാൻ എന്ത് പറയും? കാഞ്ചനെ, ഫയൽ എവിടെ? ഇവിടെ കാണാനില്ല സാർ. കാണുന്നില്ലേ? ഒരു സർക്കാർ ഫയൽ എങ്ങനെ കാണാതെ പോകും? അത് ആവിയായി പോയോ? സാർ ഒന്ന് പറയണ്ട. വന്ന് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വം ബോധമില്ലാതായി. നാളെ താലൂക്ക് ഓഫീസ് കൊടുക്കേണ്ട ഫയൽ കാണാതെ പോയെന്ന് പറഞ്ഞാല് അല്ല, ഇങ്ങനെ പോകാതിരിക്കും. രാവിലെ മറ്റാർക്കോ വേണ്ടിയാണല്ലോ ഓഫീസിലേക്ക് എഴുന്നള്ളുന്നത്. ഇവിടെ വരുമ്പോ എത്രയും പെട്ടെന്ന് എങ്ങനെ തിരിച്ചു പോകാൻ പറ്റുന്നാണല്ലോ ആലോചിക്കുന്നത്. ജോലി ചെയ്യാൻ മടിയുള്ള നിങ്ങളെ പോലുള്ളവരെ പിരിച്ചുവിട്ടാലേ റവന്യൂ വകുപ്പ് രക്ഷപ്പെടൂ. ഇവിടെ വച്ചിരുന്നതാ സാർ. എവിടെ? അങ്ങനെ പറയാൻ കാഞ്ഞിരക്ക് നാണമില്ലേ? ഇവിടെ ഇരുന്ന ഫയൽ പിന്നെ എവിടെ പോയി? എനിക്കറിയാം, നിങ്ങളത് മനഃപൂർവ്വം മാറ്റിയതാ. നിങ്ങളെയൊക്കെ തോന്നും പോലെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തതിലും കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കാത്തതിനും നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്ത. കാഞ്ചനെ, ഇതിവിടെ നടക്കില്ല. ഇവിടെ ഇരുന്ന് ഇന്ന് ആ റിപ്പോർട്ട് എഴുതിണ്ടാക്കണം. ഇന്ന് 3 മണിക്കല്ല, രാത്രി 8 മണിയായാലും അത് എഴുതി പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി. ആ റിപ്പോർട്ട് മുഴുവൻ എഴുതി പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിയ ആ ഫയൽ മോഷ്ടിച്ചതിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. കരച്ചിലുണ്ടെന്ന് ഒരു രക്ഷയില്ല കാഞ്ചന. നാട്ടുകാരെ പറ്റിച്ചിങ്ങനെ ശമ്പളം വാങ്ങാൻ ആരും കരുതണ്ട. ഞാൻ സമ്മതിക്കില്ല. ആഹാ, പറയണോ? വൈകിട്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഫയൽ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫയല് ഓഫീസിന് എടുത്തുകൊണ്ട് വന്നത്. അത് നമ്മുടെ അലമാര ഇരിക്കായിരുന്നു. അത്രേ സമ്മതിച്ചു. ഫയൽ നഷ്ടപ്പെട്ടത് കാഞ്ചനയുടെ കയ്യിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിച്ച് മോഹനേട്ടൻ വഴക്കുണ്ടാക്കി. കാഞ്ചന കരഞ്ഞു. അതും ഈ നേർച്ചയും തമ്മിൽ എന്താ ബന്ധം? ചെയ്യാത്ത തെറ്റല്ലേ കാഞ്ചന ഞാൻ വഴക്ക് പറഞ്ഞത്. ഞാൻ ചെയ്തത് വലിയ തെറ്റാ. പ്രത്യേകിച്ചും
കാഞ്ചന ഒരു സ്ത്രീയല്ലേ, അവള് മനസ്സിൽ പ്രാർത്ഥിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. അയ്യടാ, എന്തായാലും കൊള്ളാം, ഭംഗിയായിരിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട്, അതും ഒരു സ്ത്രീയോട് വെറുതെ വഴക്കുണ്ടാക്കി അവളെ കരയിച്ചിട്ട് ഇപ്പോ അവളുടെ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തിന് കൈക്കൂലി. അത് മര്യാദയാണോ സാറേ? ഇതിലെന്താ മര്യാദകള്? എനിക്കൊരു തെറ്റ് പറ്റിയത് ഞാൻ സമ്മതിച്ചല്ലോ. തെറ്റിന് പ്രായശ്ചിത്തമായി ഞാൻ പ്രാർത്ഥിക്കുകയും നേർച്ചയുകയും ചെയ്തല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? നീ കൂടുതൽ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ചോറെടുത്ത് വെക്ക്, എനിക്ക് ഇറങ്ങാൻ നേരമായി. ആ, ഇതാണ് തർക്കവിഷയമായ ആ ഫയൽ. ഇതുമായി വില്ലേജ് ചെല്ലുമ്പോ കാഞ്ചന എന്ത് പറയും? ഇതുമായി ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നില്ലല്ലോ. പിന്നെ ഇതൊന്ന് താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട ഫയലാ. ഞാൻ പോകുന്ന വഴി താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ വീട്ടിൽ കയറി ഇത് അവന്റെ കയ്യിൽ കൊടുക്കും. സഹദേവൻ ഇത് തഹസിൽദാരെ ഏൽപ്പിക്കും. കൊള്ളാം. കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഇത്രയും മോശമായി പെരുമാറിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം. ആരും അറിയാതെ ഫയല് താലൂക്ക് ഓഫീസിലെത്തിക്കുക. ചെയ്തു തെറ്റിന് പ്രാശ്ചിത്തമായി അമ്പലത്തിൽ നേർച്ചയും. ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ലല്ലോ. ഫയൽ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ മറവി പറ്റിയത് മോഹനേട്ടനാണ്, കാഞ്ചനയ്ക്കല്ല. മോഹനേട്ടന് പറ്റിയ തെറ്റിന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് കാഞ്ചന കരയേണ്ടി വന്നത് ഒരു ചെറിയ കാര്യമായിട്ടാണ് മോഹനേട്ടൻ തോന്നുന്നത്? ചെറിയ കാര്യം അല്ലാന്ന് അറിയാവുന്നതാണല്ലോ ഞാൻ കുറ്റം സമ്മതിച്ചതും പ്രാർത്ഥിക്കുകയും ചെയ്തതും. കാഞ്ചനോട് ചെയ്ത തെറ്റിന് ദൈവത്തോട് കുറ്റസമ്മതം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ മോനേട്ടാ? ആ, ദൈവം കാര്യം കാഞ്ചനെ അറിയിക്കുമായിരിക്കും അല്ലേ? പിന്നെ എന്താ പറഞ്ഞെടുത്തത്? ഞാൻ കാഞ്ചനയുടെ അടുത്ത് പോയി എനിക്ക് പറ്റിയ മറവിയാണെന്ന് സമ്മതിക്കണോ? എന്താ സംശയം? മോഹനേട്ടാ, ഒരാളോടൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഏറ്റു പറയേണ്ടത് വേറൊരാളുടെ അടുത്തോ ദൈവത്തിന്റെ അടുത്തോ അല്ല. ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് വേണം കുറ്റസമ്മതം നടത്താൻ. അല്ലാതെ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. നന്നായിരിക്കും. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ഞാൻ തെറ്റ് സമ്മതിച്ചാൽ എന്റെ വില പോവില്ലേ? അത് മാത്രമല്ല, ഇന്നലെ ഞാൻ പറഞ്ഞതിന് മുഴുവൻ കണക്ക് തീർത്ത് തിരിച്ചു പറയും കാഞ്ചന. ഒരു പെണ്ണിന്റെ വായിരിക്കണ മുഴുവൻ കേൾക്കേണ്ടത് പിന്നെ ആത്മഹത്യ ചെയ്താ പോരെ? മോഹനേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ കുറ്റസമ്മതം നടത്തുന്നത് അത് ആരാരുടെ മുന്നിൽ നടത്തിയാലും മോശപ്പെട്ട കാര്യമല്ല. അതാണ് മര്യാദ, അതാണ് അന്തസ്. കുറ്റം ചെയ്യുന്നത് മാനുഷികമാണ്, അത് സമ്മതിക്കുക എന്നത് ദൈവികവും എന്ന് കേട്ടിട്ടില്ലേ മോഹനേട്ടൻ? അതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ കാഞ്ചനോട് സത്യം പറഞ്ഞാ എന്താ ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല. കൊല്ലൊന്നുമില്ലല്ലോ. അയ്യോ ഈശ്വര, സദാശിവനാണല്ലോ. ഇയാളുടെ ഞാനിപ്പോ എന്തോന്ന് പറയും? പ്രശ്നമാവോ? ഹലോ, ആ സദാശിവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സത്യം പറഞ്ഞ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഓഹോ, എന്തോന്ന് പറയാനാ? സത്യം പറഞ്ഞ ഇവിടെ ഒന്നും മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലെന്നേ. ഞാൻ ഇപ്പൊ കോയമ്പത്തൂരാ. അതെ 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 അതെ, വരാൻ ഒരാഴ്ച കഴിയും. തിരുമ്പി വന്നാ ഉടനെ എന്നാ കൂപ്പിടാം. എടാ, തിരിച്ചു വന്നാ ഞാൻ ഉടനെ വിളിക്കാന്ന്. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ വരുന്ന വഴിയേ. ഇതാണോ കോയമ്പത്തൂർ? ആരതെ? ആ സാറാണ്. അയ്യോ മോഹനേട് സാർ ആപ്പീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? അതല്ലല്ലോ പ്രശ്നം. ഇതാണോ കോയമ്പത്തൂർ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെയൊക്കെയുള്ള എത്ര കള്ളം പറഞ്ഞാലാണ് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുക? നമ്മുടെ സഹകരണ ബാങ്കിലെ സദാശിവനാണ് എന്നെ വിളിച്ചത്. എൻ്റെ വീടിൻ്റെ പുറകു വശത്തുള്ള ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശ് തികയാതെ വന്നപ്പോൾ ഈ സദാശിവന്റെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ കടം വാങ്ങിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാശ് ശരിയായില്ല സാറേ. എന്തായാലും ഒരു 1.5 മാസം കഴിയാതെ കാശ് കൈ വരുന്ന ലക്ഷണം ഇല്ല. അതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ സദാശിവനെ ഒന്ന് പറ്റിക്കണം. വേറെ വഴിയൊന്നും ഇല്ല സാറേ. ഉത്തമ, ഇപ്പോ ഉത്തമൻ പറഞ്ഞത് തെറ്റാണ്. കാരണം ഉത്തമന് ഒരാവശ്യം വന്നപ്പോൾ സഹായിച്ച സദാശിവനെയാണ് ഉത്തമൻ കള്ളം പറഞ്ഞു പറ്റിക്കുന്നത്. അല്ല, വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ സാറേ. ഈ അവസ്ഥയിൽ സദാശിവന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയൊന്ന് പെടും? ഉത്തമ,
നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് സമ്മതിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം. തെറ്റ് പറ്റുന്നത് മാനുഷികവും അത് സമ്മതിക്കുന്നത് ദൈവികവുമാണെന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. അങ്ങനെ ഉണ്ട്. ഓ അതുകൊണ്ട് സദാശിവനെ കണ്ട് തോന് പറ്റിയ തെറ്റ് ഏറ്റുപറയുക. അതാണ് മര്യാദ, അതാണ് അന്തസ്. പക്ഷെ ഞാൻ മുമ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ സദാശിവം പ്രശ്നം ഉണ്ടാക്കിയല്ല സാറേ. കൊല്ലുകയൊന്നുമില്ലല്ലോ. എന്തായാലും ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കാഞ്ചന സാർ പറയുന്നതൊക്കെ കാര്യമായിരിക്കും. പക്ഷേ മോഹനേഷ് സാർ ഒന്നും ആവശ്യം തരാൻ പോണില്ല. ഞാൻ എന്ത് ചെയ്യാനാ പ്രഭേ? രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചിരുന്ന ഏതാന്ന് കരുതിയാ ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ വീട്ടിൽ ചെന്നപ്പോ മോക്ക് പനി. അവളുടെ കാര്യം നോക്കൂ, റിപ്പോർട്ട് എഴുതോ? കാഞ്ചന സാറേ, മോഹനേഷ് സാറിന്റെ സ്വഭാവം വെച്ച് മോൾക്കെന്നല്ല ഇനിയിപ്പോ കാഞ്ചന സാറിന് പനിയാണെന്ന് പറഞ്ഞാൽ സാറ് കേൾക്കില്ല. ഇന്ന് രാവിലെ താലൂക്ക് ഓഫീസ് കൊടുക്കാന്ന് പറഞ്ഞ റിപ്പോർട്ടല്ലേ അത്? ബാക്കിയുള്ളവരുടെ പ്രയാസം മോഹനേഷ് സാറിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാ പറയട്ടെ. എന്റെ വിധി, അല്ലാതെ എന്താ? എന്താ പ്രശ്നം? അല്ല സാർ, കാഞ്ചന സാറിന്റെ മോൾക്ക് ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. അതുകൊണ്ട് താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് മുഴുവൻ എഴുതിയില്ല. രാവിലെയും പനിക്ക് കുറവൊന്നുമില്ല സാർ. ഇന്ന് ലീവ് എടുത്ത റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ രാവിലെ പോകുന്നത്. സാർ എനിക്ക് ഉച്ചവരെ സമയം തരണം. അതിനു മുമ്പ് ഞാൻ റിപ്പോർട്ട് എഴുതി തീർക്കാം. ഇതല്ലേ ആ റിപ്പോർട്ട്? ഇതെവിടുന്നാ സാറേ? തെറ്റുപറ്റിയത് കാഞ്ചനയ്ക്കല്ല, എനിക്കാ. ഞാനാ കഴിഞ്ഞ ദിവസം ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയത്. എനിക്ക് പറ്റിയ തെറ്റിന്റെ പേരിൽ ഞാൻ ഇന്നലെ കാഞ്ചനയെ ഒരുപാട് ശകാരിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാഞ്ചന ക്ഷമിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ കാഞ്ചനയെ കരയിക്കുകയും ചെയ്തു. സത്യത്തിൽ ഞാൻ ചെയ്തത് വലിയ തെറ്റാ. ഇന്നലെ ഉണ്ടായ എല്ലാ പ്രയാസങ്ങൾക്കും കാഞ്ചന എനിക്ക് മാപ്പ് തരണം. എല്ലാം എന്റെ എടുത്തയാട്ടത്തിന്റെ ഫല. കാഞ്ചനെ, മോക്ക് പനിയാണെന്നല്ലേ പറഞ്ഞത്? പനിയുള്ളപ്പോ അവളുടെ അടുത്ത് അവളുടെ അമ്മ വേണം. കാഞ്ചന അത്യാവശ്യം ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിൽ പോയിക്കോളൂ. സാർ, ഒരു നന്ദി പറയാൻ വന്നതാ. എന്തിനാ? ഇന്നലെ ആ ഫയല് കാണാതായപ്പോ മുതൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ സാറിന് അറിയില്ല. ഇന്നലെ മോക്ക് പനി വരികയോട് ചെയ്തപ്പോ ആകെ വിഷമിച്ചു പോയി. ഇന്ന് സാറിന്റെ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് കരുതിയാ വന്നത്. പക്ഷേ അബദ്ധം പറ്റിയത് എനിക്കല്ലേ? എന്നാലും സാറത് സമ്മതിച്ചല്ലോ. സാറിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് സമ്മതിക്കില്ലായിരുന്നു. ഇന്നലെ വഴക്ക് കേട്ട വിഷമത്തിൽ ഞാൻ സാറിനെ ശരിക്കും മനസ്സിൽ ശപിച്ചു. അത് പാടില്ലായിരുന്നെന്നും ഇപ്പൊ മനസ്സിലായി. സാറിന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതല്ലേ, അത് ഞാനും മനസ്സിലാക്കണമായിരുന്നു. സാർ ക്ഷമിക്കണം. എനിക്കിന്ന് വലിയ സന്തോഷായി. സാറ് വലിയ മനസ്സുള്ള ആളാ. ഞാനത് മറക്കില്ല.
ചുരുക്കി പറഞ്ഞ വില്ലേജ് ഓഫീസർ ഇന്നൊരു മഹാസംഭവമായി. ഓഫീസിലുണ്ടായിരുന്ന സകലരുടെ മുന്നില് മോഹനയുടെ ഒരു ആദർശ പുരുഷനായില്ലേ? ഞാൻ പണ്ടേ ആദർശ പുരുഷനാണല്ലോ. കൈക്കൂലി വാങ്ങാത്ത, അഴിമതി കാണിക്കാത്ത, കൃത്യനിഷ്ഠക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോ ആദർശ പുരുഷനാണല്ലോ. പക്ഷേ ഇന്ന് അതിനേക്കാളൊക്കെ വലിയ ആളായി. ഇന്നലെ സങ്കടം വന്നിട്ട് കരഞ്ഞ കാഞ്ചന ഇന്ന് കരഞ്ഞത് സന്തോഷം കൊണ്ടാ. ഇതാ മോഹനേട്ട ഞാൻ പറയുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ ചെയ്താലേ അതിന് ഫലം കിട്ടൂ എന്ന്. കാഞ്ചന അറിയാതെ ആ ഫയല് മോഹനയുടെ താലൂക്ക് ഓഫീസിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ കാഞ്ചനയുടെ ഉള്ളില് ചെയ്യാത്ത തെറ്റിനും വഴക്ക് കേട്ടതിന്റെ സങ്കടവും കിടന്നേനെ. മോഹനേട്ടന്റെ മനസ്സില് കാഞ്ചനയെ വഴക്ക് പറഞ്ഞതിന്റെ കുറ്റബോധവും കിടന്നേനെ. ഇപ്പൊ അത് രണ്ടുമില്ല. തന്റെ നിരപരാധിത്വം തെളിഞ്ഞതിന്റെ സന്തോഷം കാഞ്ചനയ്ക്ക്, തെറ്റ് സംബന്ധിച്ചതിന്റെ സമാധാനം മോഹനേട്ടനും. ഹലോ സാറേ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? സാറ് പറഞ്ഞതുപോലെ ഞാൻ നേരെ സദാശിവന്റെ വീട്ടിലോട്ട് പോയി. എന്നിട്ടെന്തോന്ന്, ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. എന്റെ ഗതികേട് പറഞ്ഞപ്പോ സദാശിവൻ പറയാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ ഉത്തമ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ എന്ന്. പിന്നെ കാശ് തിരിച്ചു കൊടുക്കാൻ 2 മാസത്തെ സമയം തന്നു. എന്തായാലും സാറ് ഒരാളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ആ കാശ് ഉണ്ടാവുന്നവരെ ഞാൻ സദാശിവനെ ഒളിച്ച് നടക്കേണ്ടി വരുമായിരുന്നു. വലിയ പോലെ സാറേ. ഉത്തമന് ഇപ്പൊ മനസ്സിലായോ തെറ്റ് സമ്മതിക്കുന്നതിന്റെ ഗുണം? മനസ്സിലായി സാറേ. അപ്പൊ ശരി. ശരി സാറേ. ഓക്കെ. അതെന്താ പുതിയൊരു കുറ്റസമ്മതം? ഉത്തമൻ സദാശിവനോട് ഒരു തെറ്റ് ചെയ്തു. എന്റെ പ്രേരണ കൊണ്ട് ഉത്തമൻ കുറ്റം സമ്മതിച്ചു. പ്രശ്നം തീർന്നു. സത്യത്തിൽ കുറ്റസമ്മതത്തിന് മനുഷ്യ ജീവിതത്തിൽ ഇത്രയധികം പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. കുറ്റസമ്മതത്തിന്റെ പ്രസക്തി മോഹനേട്ടന് മനസ്സിലായെങ്കിൽ എനിക്കും ഒരു ചെറിയ കുറ്റസമ്മതം നടത്താനുണ്ട്. യോഹനാൻ കോൺട്രാക്ടർ എന്ന ഫീസ് കൊണ്ട് ഗായത്രി ടെക്സ്റ്റൈൽസിൽ നിന്നും ഞാൻ ആ സാരി വാങ്ങി. അല്ല, ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നതാണല്ലോ നാട്ടു നടപ്പ്. അങ്ങനെ നോക്കുമ്പോ ഞാൻ ചെയ്തത് തെറ്റല്ലേ? മോഹനേട്ടനോട് ചെയ്ത തെറ്റ് മോഹനേട്ടന് മുന്നേ സമ്മതിക്കുകയല്ലേ വേണ്ടത്? തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. അങ്ങനെ തെറ്റുപറ്റുന്ന ആളാണോ നീ? നീ ഒരു സംഭവമല്ലേ? പറ്റിയ തെറ്റ് ഏറ്റുപറയുന്നതിനേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ലെന്നാണ് ശാസ്ത്രം. തെറ്റ് ഒളിപ്പിക്കുന്നതിനേക്കാളും ന്യായീകരിക്കുന്നതിനേക്കാളും നല്ലത് തെറ്റ് സമ്മതിക്കുന്നതാണെന്ന് മോഹനകൃഷ്ണൻ തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഇനി ഈ കഥ തുടരുന്നതിൽ കാര്യമില്ല. കൂടുതൽ നിസ്സാരമായ കാര്യങ്ങളുമായി കാര്യം നിസ്സാരം തുടരും.